സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദുറൂസ് എക്സാം സ്പെഷ്യൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ദുറൂസ് എക്സാം സ്പെഷ്യലാണ്. എല്ലാവരും നന്നായി കേൾക്കുക, പഠിക്കുക. ഓക്കെ. ഈ പാഠത്തിൻ്റെ പേര് മിഫ്താഹുൽ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ താക്കോൽ. നമ്മൾ മുമ്പേ പഠിച്ചു. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. മിഫ്താഹുൽ ജന്ന അസ്വലാത്തു, മുന്നേ പഠിച്ചൊരു പാഠമായിരുന്നു. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ അസ്വലാത്തു, നിസ്കാരമാണ്. അതിനർത്ഥം സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതേപോലെ മിഫ്താഹു സ്വലാത്തി, നിസ്കാരത്തിൻ്റെ താക്കോൽ. നമുക്ക് നിസ്കാരം ചെയ്യണമെങ്കിൽ അതിൻ്റെ താക്കോൽ എന്താ? നമുക്ക് വൊളു ഉണ്ടാവണം. ഓക്കെ. മിഫ്താഹു സ്വലാത്ത് അൽ വൊളു, മിഫ്താഹു സ്വലാത്തി അൽ വൊളു. മിഫ്താഹുൽ ജന്നത്ത് അസ്വലാത്തു, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. മിഫ്താഹു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ താക്കോൽ. നിസ്കരിക്കുന്നതിന് മുമ്പേ വൊളു ഉണ്ടാവണം, അതാണ് നിസ്കാരത്തിൻ്റെ താക്കോൽ. നിസ്കാരം വൊളു പറഞ്ഞാൽ ശുദ്ധിയാണ്, വൃത്തിയാണ്, അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മിഫ്താഹു സ്വലാത്തി അൽ വൊളു. മനസ്സിലായല്ലോ, മാറിപ്പോവരുത്. ഓക്കെ. ക്ലാസ് തുടങ്ങി. കുട്ടികൾ ശ്രദ്ധയോടെ ഇരുന്നു. ഉസ്താദ് ഹൗദുൽ കൗസറിന് സമീപം ഞാൻ കാത്തിരിക്കും എന്ന് നബി പറഞ്ഞു. ആരെ? സ്വഹാബികൾ ചോദിച്ചു. ഉസ്താദ് ക്ലാസ് എടുത്തിട്ട് കഥ പറയാണ് അല്ലേ കുട്ടികളോട്. ആരെ? സ്വഹാബികൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ സഹോദരന്മാർ ഞാൻ കാത്തിരിക്കും. ഹൗലുൽ കൗസറിൻ്റെ സമീപം ഞാൻ എൻ്റെ സഹോദരന്മാരെ കാത്തിരിക്കും. അവരെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? വൊളു കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗലുൽ കൗസർ ആയിരിക്കാം മൈശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് കൊടുക്കുന്നൊരു പാനീയമാണ്. ഇത് കൊടുക്കുന്നതാണ് ഹൗലുൽ കൗസർ. അത് കൊടുക്കാൻ വേണ്ടി നബി കാത്തിരിക്കും. ആരെ? നബിയുടെ സഹോദരന്മാരെ. നബിക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്? അവരുടെ വൊളു കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരാണവർ. വൊളു കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരാണവർ. എങ്ങനെയാണ് നബിക്ക് അവരെ മനസ്സിലാകുന്നത്? വൊളു കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരാണവർ. അല്ലാഹു തആല നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഉസ്താദ് പ്രാർത്ഥിച്ചു. ഉസ്താദ്, ഞാൻ വീട്ടിൽ നിന്ന് വൊളു ചെയ്യാറുണ്ട്. ഫാത്തിമ പറഞ്ഞു. ഉസ്താദ് അഹ്സൻ, നന്നായി. ഉസ്താദ്, നമുക്ക് ഹൗലുൽ കൗസർ കുടിക്കേണ്ടേ? ഉസ്താദ് ചോദിച്ചു. വേണം എല്ലാവരും പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ വൊളു ചെയ്യാൻ പഠിക്കാം. ഓക്കെ. വൊളു ചെയ്യാൻ നമുക്ക് പഠിക്കണം അല്ലേ? എന്നാൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലുൽ കൗസർ തരുമ്പോഴും നമ്മളെ കൈകാലുകളും മുഖവും പ്രകാശിതമാവുകയുള്ളൂ. അപ്പോഴേ നബിക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വൊളു എടുത്തുള്ളവരായിരിക്കണം. ഉസ്താദ് കുട്ടികളോട് ടാപ്പിനടുത്തേക്ക് ഉസ്താദ് കുട്ടികളെയും കൊണ്ട് പോയി. ഉസ്താദ് കിബിലക്ക് തിരിഞ്ഞു. കിബില, നമ്മുടെ കിബില ഏതാ? കഅബ. നമ്മുടെ കിബില കഅബ. കഅബക്ക് നേരെ തിരിയുക, കിബിലക്ക് നേരെ തിരിഞ്ഞു. ഓക്കെ. വൊളുവിൻ്റെ സുന്നത്തുകൾ വീട്ടുന്നു എന്ന് കരുതി. ഫസ്റ്റ് തന്നെ വൊളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് വൊളുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് പറഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുൻകൈ രണ്ടും കഴുകുക. മുൻകൈ അറിയാലോ, മുൻകൈ രണ്ടും കഴുകുക. വൊളുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതി ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുൻകൈ രണ്ടും കഴുകി മിസ്വാക്ക് ചെയ്ത് വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്തു അല്ലേ? എന്തൊക്കെ ചെയ്തു? വൊളുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതി ബിസ്മിയും ഔദും ബിസ്മിയും ചൊല്ലി മുൻകൈകൾ രണ്ടും കഴുകി മിസ്വാക്ക് ചെയ്ത് വായിൽ വെള്ളം കൊപ്പളിച്ച് മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്തു. അതിനുശേഷം നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വൊളുവിനെ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ആദ്യം വൊളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതിയത്. പിന്നെ നമ്മൾ വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്തതിന് ശേഷം നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വൊളു ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉസ്താദ് മുഖം കഴുകി വലതു കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി ഇടതു കൈയും അപ്രകാരം കഴുകി രണ്ട് കൈയും നനച്ച് തല മുഴുവനും തടവി അല്ലേ? എന്തൊക്കെ ചെയ്തു? നിസ്കാരം ഹലാലാവാൻ ഞാൻ വൊളുവിനെ ചെയ്യുന്നു, വൊളുവിൻ്റെ ഫർളിനെ ഞാൻ ചെയ്യുന്നു എന്ന് കരുതി മുഖം കഴുകി വലതു കൈ രണ്ടും മുട്ടോട് കൂടി കഴുകി മുഖം കഴുകി നിസ്കാരം ഹലാലാൻ വേണ്ടി വൊളുവിൻ്റെ ഫർളിനെ ഞാൻ വിട്ടുന്നു എന്ന് കരുതി മുഖം കഴുകി
കൈ രണ്ടും മുട്ടോട് കൂടി കഴുകി തലയും തടവി. മുഖം കഴുകി കൈ രണ്ടും മുട്ടോട് കൂടി കഴുകി തല തടവി. ഓക്കെ. പിന്നീട് രണ്ട് കൈകളും നനച്ച് ചെവിയുടെ ഉള്ളും പുറവും കഴുകി. രണ്ട് കൈകളും നനച്ച് ചെവിയുടെ ഉള്ളും പുറവും കഴുകി. പിന്നെ കാൽ രണ്ടും ഞെരിയാണിയോടുകൂടെ കഴുകുക. കാൽ രണ്ടും ഞെരിയാണിയോടുകൂടെ കഴുകുക. ആദ്യം പറഞ്ഞതൊന്നും കൂടി നോക്കാം. ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടിൽ നിന്ന് ഇരുന്ന് കരുതി ഔസു ബിസ്മി ചൊല്ലി മുൻകൈ രണ്ടും കഴുകി മിസ്വാക്ക് ചെയ്ത് ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്യുക. വീണ്ടും നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വളുവിനെ ഞാൻ ചെയ്യുന്നു എന്ന് കരുതി മുഖം കഴുകി രണ്ട് കൈ മുട്ടോട് കൂടി കഴുകി തലയിൽ നിന്ന് അല്പം തടവി ശേഷം രണ്ട് ചെവിയും ഉള്ളും പുറവും തടവി കാൽ രണ്ടും ഞെരിയാണിയോടുകൂടി കയറ്റി കഴുകുക. എല്ലാം 3 തവണ വീതം ചെയ്തു. ശേഷം കിബിലക്ക് തിരിഞ്ഞ് രണ്ട് കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ഉസ്താദ് ദുആ ചെയ്തു. ശേഷം വുളുവിന് ശേഷം രണ്ട് കൈകളും മേൽപോട്ടേക്ക് ഉയർത്തി കിബിലക്ക് തിരിഞ്ഞ് നിന്ന് ദുആ ചെയ്തു. ഇതുപോലെയാണ് വുളു ചെയ്യേണ്ടത്. ഉസ്താദ് വലാൽ മിഫ്താഹു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ താക്കോൽ വുളുവാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ ജന്നത്ത് സ്വർഗം. മിഫ്താഹുൽ ജന്ന അസ്വലാത്ത്, നിസ്കാരമാണ്. സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ താക്കോൽ വുളു ആണ്. ഓക്കെ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും.